ചെന്നിത്തല കിഴക്കേ വഴി തെക്കുംഭാഗം 5823 നമ്പർ സുബ്രഹ്മണ്യ വിലാസം NSS കരയോഗത്തിനനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 18. നമ്മുടെ യാത്ര കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. ശബരി നിർദ്ദേശിച്ച മാർഗത്തിലൂടെ നടന്ന് അവർ പമ്പാതീരത്തെത്തി. പമ്പാസരസിലിറങ്ങി കുളിച്ചു, ദാഹം തീർത്ത് ക്ഷീണവും അകറ്റി. അവരുടെ യാത്ര മതംഗാശ്രമവും കടന്ന് ഋഷ്യമൂകാചലത്തിലെത്തി. ഋഷ്യമൂകാചലത്തിൽ ഒരു ശൈലത്തിൻ്റെ മുകളിലിരുന്ന് സുഗ്രീവനും മന്ത്രിമാരും സംസാരിച്ചിരിക്കുമ്പോൾ വളരെ ദൂരെയായി അമ്പും വില്ലും ധരിച്ച 2 മുനികുമാരന്മാർ തങ്ങളിരിക്കുന്നിടം ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടു. സുഗ്രീവൻ ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റു. ജ്യേഷ്ഠൻ ബാലി, എന്നെ കൊല്ലാൻ പറഞ്ഞു വിട്ട യോദ്ധാക്കളായിരിക്കും ആ വരുന്നത്. എനിക്കവരെ കണ്ടിട്ട് ഭയം തോന്നുന്നു. ആഞ്ജനേയ, നീ സൂത്രത്തിൽ വേഗം അവരുടെ അടുത്തെത്തണം. ശത്രുചാരന്മാരാണെങ്കിൽ ആംഗ്യം കൊണ്ടും മിത്രമാണെങ്കിൽ പുഞ്ചിരിച്ചും വേഗം വിവരം ധരിപ്പിക്കണം. ഇത് കേട്ടതും ഹനുമാൻ ബ്രഹ്മചാരി വേഷത്തിൽ ശ്രീരാമാദികളുടെ അടുത്തെത്തി. കുശല പ്രശ്നങ്ങൾ നടത്തി. ആരാണെന്നറിയാൻ യത്നിച്ചു. ഇവൻ സാധാരണ ബ്രഹ്മചാരിയാണെന്ന് തോന്നുന്നില്ല. ഇവൻ്റെ കർണഭൂഷണങ്ങളുടെ പ്രകാശം കണ്ണഞ്ചിപ്പിക്കുന്നു. രാമൻ ലക്ഷ്മണനോടായി പറഞ്ഞ വാക്കുകൾ കേട്ടതും ആഞ്ജനേയൻ്റെ ഭാവം പകർന്നു. വടുരൂപം വെടിഞ്ഞു. സ്വയരൂപം കൈക്കൊണ്ട് രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. എന്നോട് ക്ഷമിക്കണം. വടുരൂപത്തിൽ വന്ന ഞാൻ പരമശിവസംഭൂതനായ ഹനുമാനാണ്. ഋഷ്യമൂകാചലപതി സുഗ്രീവൻ്റെ ആപ്തമിത്രവും മന്ത്രിയും. ആർക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എൻ്റെ കർണഭൂഷണങ്ങൾ അങ്ങ് ദർശിച്ചിരിക്കുന്നു. എൻ്റെ കർണഭൂഷണങ്ങൾ ആര് കാണുന്നുവോ ആ ആളെ ആരാധിച്ച് ആ ആളിൻ്റെ ഉത്തമ ഭക്തനായി മാറണം എന്ന് ശ്രീ പരമേശ്വരൻ എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ഭക്തനും ദാസനുമാണ്. എൻ്റെ ഈ കർണഭൂഷണങ്ങൾ ജനിക്കുമ്പോഴേ ഉള്ളതാണ്. സുഗ്രീവ സഹോദരൻ ബാലി നാരദൻ്റെ വാക്കുകേട്ട് അമ്മ അഞ്ജനയുടെ വയറ്റിൽ ഞാൻ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ എന്നെ കൊല്ലാനായി ഗർഭരക്ഷയ്ക്കുള്ള ഔഷധമെന്ന് പറഞ്ഞ് പഞ്ചലോഹ ചൂർണം കുടിപ്പിച്ചു. ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മരിച്ചില്ല. പകരം ചൂർണം എനിക്ക് കർണഭൂഷണങ്ങളായി പരിണമിച്ചു. അങ്ങ് വിഷ്ണു ഭഗവാന്റെ തിരു അവതാരമായ ഭക്തവത്സലനായ രാമനാണ്. അതാണ് അങ്ങേക്ക് എൻ്റെ കർണഭൂഷണങ്ങൾ കാണാൻ സാധിച്ചത്. ഈ കൊടുങ്കാട്ടിൽ നിങ്ങൾ ആരെ തിരഞ്ഞാണ് വന്നത്? ഇവിടേക്ക് വരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ച ഹനുമാനോട് ഞങ്ങൾ ശബരി താപസിയുടെ നിർദ്ദേശമനുസരിച്ച് സുഗ്രീവനെ തേടിയാണ് വന്നത്. സഖ്യം ചെയ്ത് സുഗ്രീവൻ്റെ സങ്കടം തീർക്കാനും അപഹരിക്കപ്പെട്ട എൻ്റെ പത്നി സീതയെ അന്വേഷിച്ച് കണ്ടെത്തി വീണ്ടെടുക്കാൻ സുഗ്രീവൻ്റെ സഹായം തേടാനും. എങ്കിൽ ഞാൻ നിങ്ങളെ സുഗ്രീവൻ്റെ അടുത്തെത്തിക്കാം എന്ന് പറഞ്ഞ് വലത്തെ തോളിൽ രാമനെയും ഇടത്തെ തോളിൽ ലക്ഷ്മണനെയും എടുത്ത് മാരുതപുത്രൻ ആർത്തു വിളിച്ച് സുഗ്രീവൻ്റെ അടുത്തെത്തി. പച്ചില കൊണ്ട് 2 പീഠങ്ങൾ ഉണ്ടാക്കി അവരെ അതിലിരുത്തി. ഇനിയും പേടിക്കേണ്ട കാര്യമേ ഇല്ല. സൂര്യവംശത്തിൽ പിറന്ന രാമലക്ഷ്മണന്മാർ ആണിത്. അവർ അങ്ങയോട് സഖ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സഖ്യം ഇരു കൂട്ടർക്കും മംഗളം സമ്മാനിക്കും എന്ന് സുഗ്രീവനോട് പറഞ്ഞ് ഹനുമാൻ സഖ്യം ചെയ്യാനുള്ള സാമഗ്രികൾ ഒരുക്കാൻ തുടങ്ങി. 2 കൂട്ടരുടെയും ആവശ്യങ്ങൾ അന്യോന്യം പറഞ്ഞ് അംഗീകരിച്ച് വേണം അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യാൻ. സുഗ്രീവന് വേണ്ടി ഹനുമാനാണ് സംസാരിച്ചത്. ബാലിയെ വധിച്ച് സുഗ്രീവ പത്നിയെ വീണ്ടെടുക്കണം എന്നതാണ് സുഗ്രീവപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യം. രാവണൻ തട്ടിക്കൊണ്ടുപോയ രാമപത്നിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീണ്ടെടുക്കണം എന്നുള്ളതാണ് രാമപക്ഷത്തിൻ്റെ അപേക്ഷ.
ബാലി സുഗ്രീവന്മാർ ജ്യേഷ്ഠാനുജന്മാരാണ്. അവർ യഥാർത്ഥത്തിൽ വാനരന്മാരായിരുന്നില്ല. ഗൗതമമുനിയുടെ ശാപമാണ് സാധാരണ കുഞ്ഞുങ്ങളായിരുന്ന അവരെ മർക്കടന്മാരാക്കിയത്. അവരുടെ ജനനകഥയും മർക്കടന്മാരായതുമായ കഥ വളരെ രസാവഹമാണ്. ഒരിക്കൽ ദേവലോകത്ത് വിപുലമായ ഒരു നൃത്തോത്സവം നടന്നു. ദേവേന്ദ്രനല്ലാതെ മറ്റൊരു പുരുഷനും ആ നൃത്തോത്സവത്തിൽ സംബന്ധിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. സൂര്യസാരഥിയായ അരുണന് നൃത്തം കാണാൻ മോഹം തോന്നി. എങ്ങനെയും സദസ്സിൽ കയറിപ്പറ്റണം. സ്ത്രീകൾക്കു മാത്രമാണ് പ്രവേശനം. അതിരൂപവതിയായ ഒരു സ്ത്രീയായി അരുണൻ മാറി. ഉർവശി, മേനക, രംഭ, തിലോത്തമമാർ നാണിച്ചു പോകുന്ന രൂപഭംഗിയോടെ അരുണൻ നൃത്തം കാണാനെത്തി. നൃത്തം കണ്ടുകൊണ്ടിരുന്ന ദേവേന്ദ്രൻ്റെ ദൃഷ്ടി അരുണസുന്ദരിയിൽ പതിഞ്ഞതും നൃത്തം അവസാനിപ്പിച്ച് ദേവേന്ദ്രൻ സുന്ദരീരൂപം പൂണ്ട അരുണൻ്റെ അടുത്തെത്തി. ഞാൻ സ്ത്രീയല്ല, സൂര്യതേരാളിയായ അരുണനാണ്. നൃത്തം കാണാനുള്ള മോഹത്താൽ സ്ത്രീരൂപം കൈക്കൊണ്ടു എന്നേ ഉള്ളൂ. അങ്ങയുടെ മോഹം നടക്കില്ല. എന്ത് തന്നെ പറഞ്ഞിട്ടും ദേവേന്ദ്രൻ പിന്മാറിയില്ല. അങ്ങനെ അവർക്കുണ്ടായ സംയോഗത്തിൽ ജനിച്ച കുഞ്ഞാണ് ബാലി. അരുണൻ പകച്ചു. ഈ കുഞ്ഞിനെ എന്തു ചെയ്യും? ആര് വളർത്തും? സൂര്യതേരാളിയായ തനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ കഴിയുകയില്ല. ഗൗതമപത്നി അഹല്യയുമായി ഇഷ്ടം കൂടിയിരുന്ന ദേവേന്ദ്രൻ ആ കുഞ്ഞിനെ വളർത്തുന്ന ജോലി അഹല്യയെ ഏൽപ്പിക്കാൻ അരുണനോട് പറഞ്ഞു. അരുണൻ കുഞ്ഞിനെ ദേവേന്ദ്രപുത്രനാണ് എന്ന് പറഞ്ഞു തന്നെ അഹല്യയെ വളർത്താൻ ഏൽപ്പിച്ചു മടങ്ങി. വൈകിയെത്തിയ അരുണനോട് സൂര്യദേവൻ കാര്യം തിരക്കി. മടിച്ച് അരുണൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു. താനിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ്റെ മനസ്സിളക്കിയ നിന്റെ ആ പെൺവേഷം നീ എന്നെയും ഒന്ന് കാണിക്ക്, നിന്റെ സാമർഥ്യം ഞാനും ഒന്ന് കാണട്ടെ. പേടിക്കണ്ട, ഞാൻ ആ ഇന്ദ്രനെ പോലെ ചപലനും വിഡ്ഢിയും ഒന്നുമല്ല. ധൈര്യമായി കാണിക്കാം. പഠിച്ച പണി 18 പയറ്റിയിട്ടും സൂര്യദേവൻ പിന്മാറുന്ന ലക്ഷണമില്ല. ഗത്യന്തരമില്ലാതെ അരുണൻ അരുണസുന്ദരിയായി. അരുണസുന്ദരിയെ കണ്ടതും ദേവേന്ദ്രനെ തോൽപ്പിക്കുന്ന മട്ടിൽ സൂര്യദേവൻ മോഹിതനായി ഭ്രമിച്ചു. അവരുടെ സംയോഗത്തിലും ഒരു പുത്രനുണ്ടായി. അതാണ് സുഗ്രീവൻ. ഇന്ദ്രപുത്രനെ ഏൽപ്പിച്ച പോലെ സൂര്യപുത്രനായ സുഗ്രീവനെയും അരുണൻ അഹല്യയെ വളർത്താൻ ഏൽപ്പിച്ചു. അഹല്യ വികൃതികളായ 2 കുഞ്ഞുങ്ങളെ വളർത്താൻ നന്നേ കഷ്ടപ്പെട്ടു. കണ്ടവരുടെ കള്ളക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ പത്നി പെടാപ്പാടുപെടുന്നത് ഗൗതമമുനിക്ക് തീരെ സഹിച്ചില്ല. ഒരു ദിവസം ഗൗതമപത്നി 2 കുഞ്ഞുങ്ങളെയും ആറ്റിൽ കുളിപ്പിച്ച് 2 എളികളിലുമായി എടുത്ത് ആയാസപ്പെട്ട് നടന്നു വരുന്നത് കണ്ട മുനി, വല്ലവൻ്റെയും കുഞ്ഞുങ്ങളെ കുരങ്ങ് കണക്കിന് 2 എളിയിലും പേറി നടക്കാൻ ലജ്ജയില്ലാത്തവളെ, ഇതുങ്ങൾ 2ഉം നിന്റെ പ്രവൃത്തി മൂലം മർക്കടന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു. ബാലി സുഗ്രീവന്മാർ മരഞ്ചാടികളായ വാനരന്മാരായി മാറുകയും ചെയ്തു. തൻ്റെ പുത്രനും മിത്രൻ്റെ പുത്രനും മരഞ്ചാടികളായ കഥയറിഞ്ഞ് ഇന്ദ്രൻ അവരെ ദേവലോകത്ത് കൊണ്ടുപോയി വളർത്തി ബാലിയെന്നും സുഗ്രീവനെന്നും പേരുമിട്ടു. ജാംബവാന്റെ നിർദ്ദേശമനുസരിച്ച് ദേവേന്ദ്രൻ കിഷ്കിന്ധയിലെ രാജാവായ ഋക്ഷരക്ഷസിന് തൻ്റെ മക്കളെ വളർത്തുപുത്രന്മാരായും നൽകി. 2 പേരും വളരെ സ്നേഹത്തോടെ കിഷ്കിന്ധയിൽ കഴിഞ്ഞുവന്നു. ബാലിയും സുഗ്രീവനും സഹോദരങ്ങളും ഒരു ഉടലും 2 ശരീരവുമായി കഴിഞ്ഞവരാണെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അവർ ആജന്മ ശത്രുക്കളായത്? രാമൻ്റെ ചോദ്യം കേട്ട് എല്ലാം തെറ്റിദ്ധാരണ, അല്ലാതെന്തു പറയാനാണ്? ദുന്ദുഭിയുടെ മരണശേഷം മായാവി ഞങ്ങളുടെ ബദ്ധ ശത്രുവായി. ദുന്ദുഭിയെ ഞെരിച്ചു കൊന്ന ജ്യേഷ്ഠനെ എതിരിടാൻ ഒരു രാത്രിയിൽ അവൻ ആ മായാവി കടന്നു വന്നു.
കൊട്ടാരത്തിലുള്ള ഞാനടക്കം എല്ലാവരും വിലക്കിയിട്ടും ജ്യേഷ്ഠൻ ആ രാത്രിയിൽ ഒറ്റയ്ക്ക് മായാവിയെ എതിരിടാൻ പോയി. പിന്നാലെ ഞാനും. ജ്യേഷ്ഠനെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. ഞങ്ങൾ ഇരുവരും കൂടി പോരിനെത്തിയിരിക്കുന്നു എന്ന് കണ്ട മായാവി പിന്തിരിഞ്ഞോടി ഒരു ഗുഹയിൽ ഒളിച്ചു. സുഗ്രീവ, ഈ അസുരനെ വധിക്കാതെ ഞാൻ മടങ്ങുകയില്ല. ഈ ഗുഹയ്ക്കുള്ളിലിട്ട് അവനെ ഞാൻ വകവരുത്തും. നീ ഗുഹാകവാടത്തിൽ നിന്നാൽ മതി. മായാവിയെ ഞാൻ കൊന്നാൽ ഈ ഗുഹാകവാടത്തിൽ ക്ഷീരം ഒലിച്ചു വരും. ഞാനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ രക്തം വരുന്നത് കണ്ടാൽ നീ എന്നെ കാത്തു നിൽക്കരുത്. ആ അസുരൻ വിജയിയായി പുറത്തു വരാതെ ഗുഹാദ്വാരം ഭദ്രമായി അടച്ച് കിഷ്കിന്ധയിൽ പോയി നീ രാജാവാകണം. ഇത്രയും പറഞ്ഞ് ജ്യേഷ്ഠൻ ഗുഹയിൽ കയറിപ്പോയി. ഞാൻ വെളിയിൽ കാത്തു നിന്നു. 1 വർഷം കടന്നുപോയി. ഗുഹയിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാനില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുഹാകവാടത്തിൽ രക്തമൊഴുകി പരന്നു വന്നു. ജ്യേഷ്ഠൻ്റെ വാക്കോർത്ത് അസുരൻ പുറത്തു വരാതിരിക്കാൻ ഞാൻ ഗുഹാമുഖം ഭദ്രമായി അടച്ചു. കൊട്ടാരത്തിലെത്തി. ജ്യേഷ്ഠൻ മരിച്ച വിവരം അറിയിച്ചു. വാനരന്മാർ എല്ലാവരും കൂടി എന്നെ പിടിച്ച് രാജാവുമാക്കി. പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായി ജ്യേഷ്ഠൻ കടന്നു വന്നു. അക്ഷണം എന്നെ വധിക്കും എന്ന ലക്ഷണമായിരുന്നു ജ്യേഷ്ഠന്. ആരെന്തു പറഞ്ഞിട്ടും ജ്യേഷ്ഠൻ ചെവിക്കൊണ്ടില്ല. സത്യാവസ്ഥ അറിഞ്ഞു വേണം അനുജനെ കൊല്ലാനിറങ്ങാൻ എന്ന് പറഞ്ഞവരെയെല്ലാം അവൻ ശത്രുവായി കരുതി. മായാവിയുടെ മായാവിദ്യ കാരണം ഗുഹാമുഖത്ത് രക്തമാണ് വന്നതെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കാതെ ജ്യേഷ്ഠനെ മരിക്കാനായിട്ടാണ് ഞാൻ ഗുഹാമുഖം അടച്ചത്, എന്നിട്ട് രാജ്യഭാരം തട്ടിയെടുത്തു എന്നെല്ലാം ഇന്നും ജ്യേഷ്ഠൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ടായിരുന്നു നിത്യവും 4 നേരമുള്ള സമുദ്രക്കരയിലേക്കുള്ള ചാട്ടം പോലും. അറുതി വരുത്തി ആ കഷ്ടപ്പാടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് മന്ത്രി ഹനുമാനാണ്. എൻ്റെ ഭാര്യ രൂമ, അവളെയും അവൻ ബലമായി പത്നിയാക്കി വെച്ചിരിക്കുകയാണ്. അവനെ പേടിച്ച് അവൻ കയറാത്ത ഈ ബാലികേറാ മല അതുമാത്രമാണ് ഇന്നെൻ്റെ ഏക ആശ്രയം. സർവ്വദുഃഖവും അടക്കി പുറത്തിറങ്ങാതെ ഞാൻ ഇന്ന് കഴിയുന്നു. സുഗ്രീവൻ്റെ കരഞ്ഞുകൊണ്ടുള്ള വർത്തമാനം കേട്ട് രാമൻ അവനോട് അനുതാപം തോന്നി. പ്രിയ സുഹൃത്തേ, നീ വിഷമിക്കേണ്ട. അന്യൻ്റെ ഭാര്യയെ ബലാൽ അപഹരിച്ച് കൂടെ പൊറുപ്പിക്കുന്നവൻ മഹാഭാവിയാണ്. അവൻ വധാർഹനാണ്. എൻ്റെ കയ്യിൽ പെടുന്നതുവരെ മാത്രമാണ് അവൻ്റെ ആയസ്. നീ സമാധാനിക്കൂ. ഇരുവരും അന്യോന്യം എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. പറയുമ്പോൾ കുന്നിൻ മുകളിൽ ഒരിക്കൽ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആകാശത്തിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടതും ഉത്തരീയത്തിൽ പൊതിഞ്ഞ കുറേ ആഭരണങ്ങൾ ആ സ്ത്രീ താഴേക്കിട്ടതും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഭരണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് രാമലക്ഷ്മണന്മാരെ കാണിച്ചു. രാമൻ ആഭരണങ്ങൾ നെഞ്ചോട് ചേർത്ത് വിങ്ങിപ്പൊട്ടി. അങ്ങ് വിഷമിക്കേണ്ട. അവനെ തേടിപ്പിടിച്ച് വംശനാശം വരുത്തി അങ്ങയുടെ പത്നിയെ നമ്മൾ വീണ്ടെടുക്കും. 2 ആൾക്കാരുടെ ആവശ്യവും അന്യോന്യം അംഗീകരിച്ച് അഗ്നിയെ സാക്ഷ്യപ്പെടുത്തി ഇരുവരും സഖ്യവും ചെയ്തു. നമ്മുടെ ഇന്നത്തെ കഥ ഹനുമത് സമാഗമം, സുഗ്രീവ സഖ്യം, ബാലിസുഗ്രീവ ജനനകഥ, അവരുടെ കലഹകഥ എന്നിവയായിരുന്നു. സത്യാവസ്ഥ തിരിച്ചറിയാതെ അനുജനെ കേൾക്കാതെ മനഃപൂർവ്വം ശത്രുപക്ഷത്ത് നിർത്തി ദ്രോഹിക്കുകയായിരുന്നു ബാലി. പിണക്കവും വഴക്കും സർവ്വസാധാരണമാണ്. എന്നാൽ അത് അതിര് കടന്ന് അധർമ്മമാകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അനുജൻ്റെ ഭാര്യയെ സഹോദരിയായി കാണേണ്ടവൻ ബലാൽ പത്നിയാക്കുകയാണ്. അതും രാജ്യം ഭരിക്കുന്ന രാജാവ് തന്നെ. അതാണ് ബാലിയെ കൊന്ന് നീതി അഥവാ ധർമ്മം സ്ഥാപിക്കുമെന്ന് രാമൻ പറയാൻ കാരണം. തെറ്റിദ്ധാരണ മൂലമുള്ള പകപോക്കൽ, സ്ത്രീകളെ ബലാൽ അപഹരിക്കൽ, ഇതൊക്കെ നാശത്തിലെ അവസാനിക്കൂ എന്ന് ഓരോ കഥാസന്ദർഭങ്ങളിൽ കൂടിയും രാമായണത്തിൽ വ്യക്തമാക്കപ്പെടുന്നു.
രാമായണ കഥാശ്രവണം ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പ്രചോദനമാകട്ടെ. അതിന് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.